ഇവിടെ നോക്കി അത്യാവശ്യം 360 വ്യൂ ആണ് നോക്കി. ഈ ബസ് മേളിലോട്ട് പോണതാണ് കേട്ടോ. ബിജ്ലി മഹാദേവ് ടെമ്പിളിൻ്റെ മൊത്തം പോകില്ല, എന്നാലും ഒരു പകുതി വരെ. അങ്ങനെ ഇപ്പോൾ കുളുവിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കുളുവിൽ പോയിട്ടൊരു റാഫ്റ്റിംഗ് ചെയ്താലാന്ന് വിചാരിക്കുന്നതാണ്. ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യട്ടെ. ഇപ്പോൾ കുളുവിലോട്ടുള്ള ഹൈവേ കയറി കുറച്ചും കൂടി ഉള്ളൂ ഇനി. ഇവിടെ പോണ വഴിക്ക് തന്നെ ലെഫ്റ്റ് സൈഡ് കുറേ റിവർ റാഫ്റ്റിങ്ങും പാരഗ്ലൈഡിങ്ങും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ റിവർ റാഫ്റ്റിംഗ് ഇവിടെ ചെയ്യണമെന്ന് വെച്ചപ്പോൾ ശ്രീരാം പറഞ്ഞത് ഇവിടെ അത്ര പോരാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കുറച്ചുകൂടിയും അഡ്വഞ്ചറും പിന്നെ കുറച്ചുകൂടി ത്രില്ലിംഗ് ആയിട്ടുള്ളത് അവിടെ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോണത്. കിലോമീറ്റർ 1000 രൂപയാണ് ഒരാൾക്ക് പറയണത്. 2 പേർക്ക് 2000 രൂപ. 9 കിലോമീറ്റർ ഇവിടെ നിന്ന് പോകുന്ന പറയണ. 45 മിനിറ്റോളം എടുക്കുമെന്നാണ് പറയണ. അങ്ങനെ ഞാൻ വില പേശിയിട്ട് അവസാനം 1300 രൂപക്ക് സെറ്റായിട്ടുണ്ട് 2 പേർക്ക്. അപ്പോൾ ഒന്ന് എൻ്റെ ക്യാമറമാനും പിന്നെ ഒന്ന് ഞാനും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഈ റാഫ്റ്റിങ്ങിന് പോണത്. ഇവിടെ നിന്ന് ഇവരുടെ വണ്ടിക്ക് പോകണം. ഒരു 6 കിലോമീറ്റർ മേളിൽ പോയിട്ട് വേണം അവിടെ നിന്ന് റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മുടെ കയ്യിലൊരു സാധനവും വെക്കാൻ പാടില്ല, അതായത് ഷൂവും പോലും പാടില്ല, പിന്നെ മൊബൈൽ കാര്യങ്ങളൊക്കെ. കാരണം വെള്ളത്തിലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. ലൈഫ് ജാക്കറ്റ് ഉണ്ടാവും. ഞാൻ ഒരു ഒരു ചരടെടുത്ത് ഞാൻ കെട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് പലതവണ ക്യാമറ നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അതിന് ഇനിയിപ്പോൾ റിസ്ക് എടുക്കുന്നില്ല. എനിക്കിനി ക്യാമറ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു കയറും കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇതേപോലെ റാഫ്റ്റിംഗ് ഒക്കെ പോകണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുക സേഫ് ആക്കിയിട്ട്. അതേപോലെ തന്നെ നമുക്ക് കെട്ടണ കയറ് നമ്മുടെ മേത്ത് കുടുങ്ങേണ്ട ഒരു അവസ്ഥയും വരാനും പാടില്ല. അതും നിങ്ങൾ സേഫ്റ്റി നോക്കണം. അങ്ങനെ നമ്മൾ റിവർ റാഫ്റ്റിങ്ങിൻ്റെ സ്ഥലത്തെത്തി. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ റിവർ റാഫ്റ്റിംഗ് ചെയ്തിട്ട് പോകാൻ പോണത്. അതായത് നമ്മൾ എവിടെ നിന്നാണ് വണ്ടിയിൽ കയറിയ അവിടെ തന്നെ പോയി ഇറങ്ങും. കണ്ടിട്ട് കൊള്ളാം, തുടക്ക സ്ഥലം കൊള്ളാം. ഇതാവുമ്പോൾ പിന്നെ തള്ളി വിടേണ്ട കാര്യമില്ല, അങ്ങോട്ട് പോയിക്കോളും. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ റിവർ റാഫ്റ്റിംഗ്. നമുക്ക് പോകാനുള്ളതാണ് കേട്ടോ. ഭാഗ്യം ഷൂവും പാൻറ്റൊന്നും ഇടാതിരുന്നു കേട്ടോ. കംപ്ലീറ്റ് തന്നെ നമുക്ക് ഈ ഒരു തണുപ്പത്ത് നൈസ് എക്സ്പീരിയൻസ് ആവും. നമ്മിപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കണത് മണാലിയിലാണ് കേട്ടോ. കുളുവിലാണ്. പ്യാസ് എന്ന് പറഞ്ഞ റിവറാണ്. കൊള്ളാം. ഇതൊക്കെ ഇവിടെ വരുമ്പോൾ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. അതായത് ഈ മണാലി കുളുവിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇവിടെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം. കാരണം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാത്തതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് കൂർഗ് ആ ഭാഗത്തൊക്കെ ഉള്ളു. പക്ഷെ കൂർഗിലൊന്നും ഇത്രയും വൈബ് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ചെയ്തിട്ട്.
ഇവിടെ കുറേ കൂടി കൊള്ളാം. പിന്നെ ഫ്രീസിങ് ആയിട്ടുള്ള വെള്ളം അതൊരു രസമുണ്ടാകും. പിന്നെ എനിക്ക് തോന്നുന്നു കൂർഗിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് വൈസ് അവർ കൊണ്ടുപോകും. ഇവിടെ ഇപ്പോൾ 2 പേരേ ഉള്ളൂ അല്ലെങ്കിൽ ഒരാളുള്ളൂ, അവർ കൊണ്ടുപോകും. അവരെല്ലാ ചാലഞ്ചും ആക്സെപ്റ്റ് ചെയ്യണേ. ഇവിടെ ഒരുപാട് സ്ഥലത്ത് റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പാർക്കിംഗ് ചെയ്യാം. ഡയറക്റ്റ് സംസാരിച്ചാൽ മതി, ഏറ്റവും ബെസ്റ്റ്. ഓരോ സമയം അനുസരിച്ച് ഇപ്പോൾ സീസൺ ടൈമൊക്കെ വന്നിട്ട് പാർക്കിംഗ് നടക്കണ കാര്യമൊന്നുമല്ല കേട്ടോ. ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തെ ഇത് കണ്ട നമ്മുടെ വാലിയുടെ 2 സൈഡും എന്ത് ഭംഗിയായിട്ടാണ് കിടക്കണമെന്നറിയോ. അതായത് പാറകൾ എന്ന് പറഞ്ഞാൽ നല്ല ഉരുണ്ട പാറകൾ. നമ്മൾ ഈ അക്യൂറത്തിലും ഫിഷ് ടാങ്കിലൊക്കെ വെക്കൂലേ, അതേപോലത്തെ പെബിൾസാണ് മൊത്തം. പെബിൾസും അതേപോലെ വലിയ വലിയ കല്ലുകളും കണ്ട നല്ല കളർഫുള്ളായിട്ട് പിന്നെ നല്ല നീറ്റായിട്ട് കിടക്കണം. സൈഡ് മൊത്തം കണ്ട ഇതൊക്കെ പ്രശ്നങ്ങൾ. പ്ലാസ്റ്റിക് ഇവിടെ ഇത്ര ഒഴുക്കുള്ളതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്ത. അങ്ങനെ സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കണം കേട്ടാ. വേഗം പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് ഒരു ചായ കുടിക്കണം, ഒരു നൂഡിൽസും കഴിക്കണം. ഇപ്പം അതിൻ്റെ സുഖം എന്ന് പറഞ്ഞാൽ ഒരു 1.5 സുഖമാണ്. കാരണം ഇത്രയും തണുത്തിരിക്കണ സമയത്ത്. അങ്ങനെ നമ്മുടെ വണ്ടി എത്തി. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ചൂട് കൊണ്ടിട്ട് ഒരു നൂഡിൽസും ഒരു ചായ അടിക്കണം. അപ്പോൾ പവറാവും. ഇനിയിപ്പോൾ അടുത്തൊരു പ്ലേസിലോട്ട് പോണേണ്. സെറ്റായി, തണുപ്പൊക്കെ മാറിയേട്ടാ. ഞാനിപ്പോൾ വഴിയിലായി, റോട്ടിലായി. ഞാൻ വാൻ ലൈഫിൽ നിന്ന് ഇറങ്ങി. വേറൊന്നുമല്ല, ഇന്നലെ തൊട്ട് എനിക്ക് കുറച്ച് ബാഡ് കിട്ടാൻ തുടങ്ങിയതാണ്. വേറെ പുള്ളി പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീട് കാണുമ്പോൾ സംസാരിക്കണത്. ആളിങ്ങനെ ഒരു തീരുമാനത്തിൽ നിൽക്കാതെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണേ മൈൻഡ്. അപ്പോൾ ഒരുമാതിരി എന്താണ് കുഞ്ഞു പിള്ളേരൊക്കെ സൈറ്റ് സീയിങ്ങിനൊക്കെ കൊണ്ടുപോകില്ലേ, അതേപോലെ നമ്മളെ ഇങ്ങനെ കറക്കി ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഹാൾട്ട് ചെയ്യാന്നുള്ള പരിപാടിയാണ്. അപ്പോൾ എൻ്റെ ദിവസം പോയിക്കൊണ്ടിരിക്കണം. എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ തീർക്കാനുണ്ട്, സമയവും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്താ ഇപ്പം ലഗേജായിട്ട് നടക്കണേ. എവിടെയാണ് ഇറങ്ങിയാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ഇറങ്ങി. കാരണം യാത്ര ചെയ്യുമ്പോൾ ഒരേ വൈബിലുള്ളവരല്ലെങ്കിൽ നമ്മൾ പിന്നീട് മുന്നോട്ട് പോവാതിരിക്കാം. ഇപ്പോൾ ബസ്സിൽ കയറിയേട്ടാ. ഫസ്റ്റ് റോഡിൽ കണ്ട ബസ്സിൽ കയറിയിട്ട് നേരെ ഇപ്പോൾ കുളുവിലോട്ട് പോകണേ. ഇനി കുളുവ് പോയിട്ട് നമ്മൾ മണാലിക്ക് അവിടെ നിന്ന് വേറെ വണ്ടി എടുത്ത് പോകണം. ബൈ ടാറ്റ, ബൈ പോലെ ഞങ്ങൾ റോട്ടിൽ നടക്കണ സമയത്ത് മറ്റേ ഈ കടല ഇതില്ലേ പുഴുങ്ങിയത്, അത് വിൽക്കാൻ വേണ്ടി വന്ന പുള്ളിയാണ്. അപ്പോൾ ഞാൻ അത് വാങ്ങാൻ നേരത്ത് 2 പേർക്കും കൂടി വാങ്ങിയപ്പോൾ 50 രൂപ എന്ന് എന്താണ് 1-30 എന്ന് പറഞ്ഞപ്പോൾ അത് ബാർഗെയിൻ ചെയ്തിട്ട് 50 രൂപയ്ക്ക് 2 പേർക്ക് വാങ്ങി. അങ്ങനെ പുള്ളീനെ പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറിയ ബസ്സിലുണ്ടായിരുന്നു. പക്ഷെ പുള്ളി അത് കഴിഞ്ഞിട്ട് കാണിച്ച മനസ്സിലെ, അതായത് ഞങ്ങൾക്ക് വേണ്ടി ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ മണാലിക്ക് കയറാനുള്ള ബസ് സ്റ്റാൻഡ് കൊണ്ടുവന്ന് കാണിച്ച് എന്നിട്ട് ഇവിടെ ഇന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ട് കേട്ടോ കുറേ പേര്, നല്ല മനസ്സുള്ള ആളുകളും ഉണ്ട് ഇവിടെ, ഒരുപാട് പേര്. അങ്ങനെ മണാലിക്കുള്ള ബസ് കയറി. സാധനങ്ങളൊക്കെ ലഗേജൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ. നല്ല 8ൻ്റെ പണിയാണ് കിട്ടിയത് എന്തായാലും. പിന്നെ മണാലിയിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് കേട്ടോ, നമ്മളെ അവിടെ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അനിയൻ ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ടിനു, മനുയുടെ അനിയൻ ടിനു. ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചക്ക് രാവിലെ കഴിച്ചതാണ് നൂഡിൽസ്. ഇനിയിപ്പോൾ തൽക്കാലം ഇത് കഴിക്കാം. അങ്ങനെ മണാലി എത്തിയേട്ടാ. മണാലിയിൽ വന്ന് കാലുകുത്തി. ഇനിയിപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ ഹോം സ്റ്റേ നടത്തുന്നുണ്ട്, അങ്ങോട്ട് പോകണേണ്. മറ്റേ ഹിഡംബ ടെമ്പിളിൻ്റെ അവിടെയാണ്. അങ്ങനെ മണാലി ബസ് സ്റ്റാൻഡിൽ നിന്ന് റിന്യൂയുടെ അടുത്തോട്ട് പോകണേണ്. അപ്പോൾ ഓട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങും. അപ്പോൾ 400 രൂപയാണ് ഇവിടെ പറഞ്ഞേക്കണം. ചില കാര്യങ്ങളൊക്കെ നടക്കണതെല്ലാം നല്ലതിനാന്ന് വേണ്ടി പറയൂലേ, ചിലപ്പോൾ അതിന് വേണ്ടി തന്നെ ഇരിക്കും. എന്താണെങ്കിലും എൻ്റെ യാത്ര ഇവിടെ നിൽക്കൂല, ആര് വിചാരിച്ചാലും ഞാൻ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും.
ഇതാണ് റിനു. അടിപൊളി റൂം. അങ്ങനെ നമ്മ മാൾ റോഡ് എത്തിയേട്ടാ. റൂമിൽ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് പല്ല് വെച്ചിരുന്നു. പല്ലൊന്നും തേച്ചിട്ടുണ്ടായില്ല. അവസ്ഥകൾ അങ്ങനെ ആയിരുന്നല്ല. ഇപ്പൊ അതേ മാൾ റോഡ് വന്നിപ്പോ ഇവിടെ നല്ല ഫുഡ് അടിക്കണം. അതാണ് ഏറ്റവും മെയിൻ ആദ്യത്തെ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ബയ്യക്ക് ക്യാഷ് എടുത്ത് കൊടുക്കണം. ഓ എത്ര ദിവസമായിരുന്നോ. കസോള ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര ശോകമാണ്. പിന്നെ നമ്മൾ പോയ സ്ഥലങ്ങൾ അങ്ങനത്തെ ആയിരുന്നു. പക്ഷെ ഇവിടെ എനിക്ക് കാണുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരു കൊതിയാണ് അങ്ങോട്ട് വന്നത്. ഇതാണ് മാൽ റോഡ് മണാലിയില. ഇവിടെ ഉണ്ട് ആകെ വന്നിട്ട് ഞാൻ ഇത്ര ക്രൗഡ് കണ്ടേക്കണം. ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്രൗഡ് കുറവാണ്. എന്നാലും കുറച്ച് ഓണാണ് ഇവിടെ ഈ ഒരു ടൈമിലൊക്കെ. ഇപ്പോൾ സമയം 10:53, അതായത് 11 മണിയായി. 11 മണിക്കാണെങ്കിലും അത്യാവശ്യം നല്ല ക്രൗഡും പിന്നെ ആ ഒരു നൈറ്റ് ലൈഫ്, ആ ഒരു നൈറ്റ് വൈബ് ഉണ്ട് ഇവിടെ. ഇവിടെ കയറാം. ഹിമാലയൻ ധാബ. നമ്മുടെ മണാലിയിൽ വന്നിട്ട് ഹിമാലയൻ ധാബയിൽ കയറിയില്ലെങ്കിൽ പിന്നെ മോശമല്ലേ. ഇവിടുത്തെ ഫുഡ് കഴിക്കാം. ഓ ഇവിടെ വന്നിട്ടൊന്ന് മര്യാദക്കൊന്ന് ഫുഡ് കഴിക്കാൻ പോണേ കേട്ടോ. അങ്ങനെ ഇവിടെ വന്നിട്ട് ആദ്യത്തെ ദിവസം മണാലിയിൽ ഇറങ്ങിയേക്കണാണ്. ഇവിടെ ഹഡിംബ ടെമ്പിളിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ആ ടെമ്പിളിൻ്റെ ഫെസ്റ്റിവലാണ് നടക്കണം. അപ്പം അതിൻ്റെ നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹഡിംബ ടെമ്പിളിലാണ് ഞാനിപ്പോൾ കയറിക്കൊണ്ടിരിക്കണം. ഇതറിയാൽ ഈ അമ്പലം ഭയങ്കര ഒരു ഫേമസ് ആണ് ഈ മണാലിയിൽ തന്നെ. ഒരുപാട് മൂവിയുടെ ലൊക്കേഷനും കൂടിയാണ് ഈ ഹഡിംബ ടെമ്പിൾ. ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, പാട്ടൊക്കെ ആയിട്ട്. ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഇതൊക്കെ അവരെ കൈ കൊണ്ട് തന്നെ പെയിന്റ് ചെയ്ത് അവർ തന്നെ പെയിന്റ് ചെയ്തിട്ട് വിൽക്കണതാണ്. നമ്മൾ പറയണ അനുസരിച്ച് ഡിസൈൻ അവർ ചെയ്തു കൊടുക്കും. ഇതാണ് ഹഡിംബ ടെമ്പിൾ. നമ്മുടെ ഹേ ജവാനി ഹേ ദിവാനിയിലൊക്കെ ഒരു ലൊക്കേഷനും കൂടി കാണട്ടെ ഈ സ്ഥലം. ഇത് ശരിക്കും വരേണ്ട സമയം ആ സ്നോഫോളുള്ള ടൈമാണ്. ആ സമയത്ത് ഈ ടെമ്പിൾ കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഫോട്ടോസൊക്കെ ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കയറാൻ തന്നെ വലിയൊരു നേര ലൈന് വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ദർശനത്തിന് കയറണമെങ്കിൽ ഇതേപോലെ ക്യൂ നിൽക്കണം. നല്ല നീണ്ട ക്യൂ ഉണ്ട്. ഈ ഹഡിംബ ടെമ്പിൾ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷെ ഞാൻ മണാലി വന്ന സ്ഥിതിക്ക് ഇതൊക്കെ കാണിക്കേണ്ട ഒരു സ്ഥലം തന്നെ. തിങ്സ് ടു ഡു ഇൻ മണാലിയിൽ ഒരു മസ്റ്റ് വിസിറ്റ് ടെമ്പിളാണിത്. നേരത്തെ ഒരു കടയിൽ നിന്ന് കഴിച്ചുകൊണ്ട് അതിൻ്റെ പേര് എനിക്കറിയാം, ബ്രെഡ് പക്കോട. അവ 2 ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബ്രെഡ് പക്കോട കഴിക്കുക. ഇവിടെ ഇരുന്ന് ഒരു ചായയും കുടിച്ചിട്ട് ഇവിടെ നിന്ന് പോവാം. അതുകൊണ്ട് സിദ്ധു എന്ന് പറഞ്ഞൊരു സംഭവം കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ എന്തായാലും കഴിച്ച് നോക്കണമല്ലോ. ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ്. 100 രൂപയുള്ളൂ. കുറച്ച് ഹെവിയാണ്. ഒരു 2 പേര് 3 പേരൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ചതിക്കപ്പെട്ടു ഗൈസ്. വിചാരിച്ച പോലെയല്ല, സംഭവമൊന്നുമില്ല. വെറുതെ ഒരു എന്താണ് ഇപ്പോൾ കറക്റ്റ് പറയണമെങ്കിൽ ഇലടയിലൊക്കെ ഇരിക്കൂലേ, അത് തന്നെ ആടെ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സാധാരണ ദോശയൊക്കെ കയറുന്ന ചമ്മന്തിയില്ലേ, ആ ചമ്മന്തി കുറച്ചുകൂടി ഡ്രൈ ആയ എങ്ങനെയാണ് അതേപോലെ തോന്നുക. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ചട്നിക്ക് നല്ല എരിവുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഡിഷ് ആയതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, കഴിച്ചിരിക്കണം ടേസ്റ്റ് എന്താണെങ്കിലും. അതിൻ്റെ ഭാഗമായിട്ട് വാങ്ങിയെന്നുള്ളൂ. ഇവിടെ നിന്ന് തന്നെ ഒരു ചായയും വാങ്ങി. ഞാനൊന്ന് കാശ്മീരി ഡ്രസ്സ് ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ 100 രൂപയാണ് ആ കോസ്റ്റ്യൂം നമുക്ക് ഇടണതിന്.
അപ്പോൾ 100-ഉം 30 രൂപ 130 രൂപ ഈ ഒരു മുയലും. ഇതിനെനിക്കൊന്നും ചിഞ്ചില്ല എന്നാണ് പറയണമെന്ന് തോന്നുന്നത്. ഇത് ഹിമാലയൻ ബ്രീഡാണ്, അതാണ് ഇത്ര ഫെറോ കൂടുതലുള്ളത്. പിന്നെ ഇത് ഈ ഡ്രസ്സ് ഇവിടെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യണ്ടേ അല്ലേ. ഇതിൻ്റെ ഹൃദയടിപ്പ് എനിക്ക് കയ്യിൽ കിട്ടുന്നുണ്ട് നന്നായിട്ട്. എത്ര പേരെ കയ്യിലായിരിക്കുമല്ലോ ദിവസം പോണത് ഒരു പരിചയമില്ലാത്തവരുടെ. ആൽബിനോ ഇവിടെ കുറെ കൊമ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. അടിമ്പാറ്റമ്പളുടെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ തന്നെ വഴിയുണ്ട് ഈ താഴത്തോട്ട്. അതായത് ഇനിയിപ്പോൾ ഞാൻ പോണത് ഓൾഡ് മണാലി വില്ലേജിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഇറങ്ങാം, അല്ലെങ്കിൽ ഭയങ്കര ചുറ്റാണ്, നമ്മളിങ്ങനെ കറങ്ങി വരണം. നല്ല രസമുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത്. ആ സ്നോഫോൾ സമയത്താണ് വരേണ്ടത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ. 500 രൂപയാണ് സാഫ്രോൺ. ഈ സാഫ്രോൺ കുങ്കുമപ്പൂ നമ്മുടെ ഇവിടെ ഈ കാശ്മീരിലെ കുങ്കുമപ്പൂ ഭയങ്കര സ്പെഷ്യലാണ്, നല്ല ക്വാളിറ്റി ഉള്ളത് നമുക്ക് കിട്ടും. പക്ഷേ ഇതാണെന്ന് പറയാനില്ല കേട്ടോ. ശിലാജിത്ത് ഇപ്പൊ കണ്ട ശിലാജിത്തില്ലേ, അത് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ ഈ ഹിമാലയം ഭാഗത്ത്. ഹിമാചൽ പ്രദേശിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. കണ്ട ഇത് കുറച്ച് റബ്ബർ പോലെ ഇരിക്കും. ഇത് റബ്ബർ പോലെ ഇരിക്കും, ഇത് കുറച്ചും കൂടി ഹാർഡാണത്. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിക്സാണ് വന്നതെന്നാണ് പറഞ്ഞത്. ഹണി മിക്സ് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ഇതാണെങ്കിൽ പ്യുവറാണെന്നാണ് പറയണത്. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മൈൻഡ് പവറും ജോയിൻറ്റ് പെയിൻസും ബോഡി പെയിൻസും ഇമ്മ്യൂണിറ്റി പിന്നെ ബോഡി ബൂസ്റ്റ് അങ്ങനെ ഉള്ള ഫിറ്റ്നസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അടിപൊളിയാണെന്ന് പറയണം. ഈ ശിലാജിത്തിനൊക്കെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ കാരണം വേറൊന്നുമല്ല, അതൊക്കെ ഇവിടെ മാത്രം കിട്ടണ കാര്യങ്ങളാണ്. അതായത് ഈ മൗണ്ടൻസിൻ്റെ പാറകൾ, മലയുടെ ഏറ്റവും മേളിലുള്ള പാറകളുടെ അടിവാരത്ത് വെയിലും കാറ്റും ഒന്നും തട്ടാത്ത ഭാഗത്താണ് ഈ പാറയുടെ, അതായത് പാറയുടെ രക്തം എന്ന് പറയണതിനെയാണ് ശിലാജിത്ത് എന്ന് പറയണത്. അപ്പോൾ ആ ശിലാജിത്ത് അവരത്രയും റിസ്ക് എടുത്തിട്ടാണ് അതിൽ നിന്ന് എടുക്കണത്, കളക്ട് ചെയ്യണത്. അത് ഈ ലോക്കൽസ് മാത്രം എടുക്കുകയുള്ളൂ. അവിടെ ആ മലപ്രദേശത്തുള്ള അല്ലെങ്കിൽ മൗണ്ടൻ പീപ്പിളായിട്ടുള്ളവർ മാത്രമേ അത് കളക്ട് ചെയ്യുള്ളൂ. അത് കളക്ട് ചെയ്തിട്ട് പിന്നെ അതൊരു വലിയ പ്രോസസ്സിങ് ആണ്. അത് കല്ലായിരിക്കും, സ്റ്റോണായിരിക്കും. അതങ്ങനെ എടുത്തിട്ട് പിന്നെ അത് കുറേ പ്രൊസീജിയറൊക്കെ ഉണ്ട്. വെള്ളത്തിയിട്ട് തിളപ്പിച്ച് പിന്നെ അത് ഇത്ര സമയം തണുപ്പിച്ച് പിന്നെ അതിങ്ങനെ ഫിൽട്ടർ ചെയ്തൊക്കെ എടുത്തിട്ടാണ് അതിൻ്റെ പ്യൂറസ്റ്റ് ആയിട്ടുള്ള ശിലാജിത്ത് പുറത്തോട്ട് വരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ആ ടെമ്പലിൻ്റെ വഴി വന്ന് നമ്മളിപ്പോൾ ഓൾഡ് മണാലിയിലോട്ട് കയറണേ. ഇത് ഈ കാണുന്നതാണ് ഓൾഡ് മണാലി. മണാലി വേറെ, ഓൾഡ് മണാലി വേറെ. മഴ വന്നിട്ടുണ്ട്, നമ്മുടെ സ്ഥിരം കൂട്ടുകാരനായ മഴ എത്തിയിട്ടുണ്ട്. ഇതാണ് മണാലി, ഓൾഡ് മണാലിയിലോട്ടുള്ള ബ്രിഡ്ജ്. ഓരോരുത്തരുടെ ജീവിത മാർഗങ്ങൾ നോക്ക് കണ്ട, അഡ്വർടൈസിങ് ചെയ്ത് അത് നിന്നവരെനിക്ക് തന്നാണ് കേട്ടോ. ഫുൾ നൈറ്റ് ഫുഡ് ഡെലിവറി 4 PM തൊട്ട് 5 AM വരെ. അപ്പം നിങ്ങൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഈ നമ്പർ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ സ്ട്രീറ്റൊക്കെ കുറച്ചും കൂടി കൊമേഴ്ഷ്യലാണ് കേട്ടോ. പിന്നെ കുറേ കൂടി വൈബുള്ള കുറേ കടകൾ, കഫേസ് ഉണ്ട്. ഗിരീസ് കഫേ, കുറേ വൈബുള്ള കഫേസ് ഉണ്ട് ഇവിടെ. ഇവരിവിടെ എഴുതിയിട്ടുണ്ട് കം ഇൻ വി ആർ ഓസം. അപ്പം എന്തായാലും ഒന്ന് കയറി കണ്ടിട്ട് പോവാം അല്ലേ. ഈ ഓൾഡ് മണാലി വില്ലേജ് നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു കുറച്ചുകൂടി നീറ്റ് ആൻഡ് ക്ലീന്, പിന്നെ കുറച്ചുകൂടി വൈബ് ഉണ്ട്. മണാലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറേ കൂടി തിരക്ക് ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ പൊല്യൂഷനൊക്കെ ഉണ്ട്. ഇവിടെ കുറേ കൂടി കംപ്ലീറ്റ് പൊല്യൂഷൻ ഫ്രീ ഒരു
ഒരു കൊമേഴ്ഷ്യലായിട്ട് ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലവും. അസ്ഥിക്കൂടൊക്കെ ഇരിക്കണ്ടോ. ₹80 ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനായിട്ട്. ഡ്രസ്സിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. പിന്നെ ഇതാണെങ്കിൽ ₹40. കുറേ ചെറിയ ചെറിയ കളക്ഷൻസ് നൈസാണ് കേട്ടോ. ഞാൻ ഈ 3 വാങ്ങി. നിങ്ങളുടെ വണ്ടികളിൽ വന്നെയാണെങ്കിൽ, കാറിലൊക്കെ വന്നെയാണെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇട്ട് വന്നോട്ടോ. കയറ്റുണ്ട് കുറച്ച് കുത്തനുള്ള. പക്ഷെ കാറുകളാണെങ്കിൽ ഏത് വണ്ടികളാണെങ്കിലും പോവും. ഓട്ടോ വരെയും പോകുന്നുണ്ട് ഇതിൽ കൂടെ. ഇവിടെ വന്നപ്പോഴത്തേക്കും ഒന്നും കൂടിയും വഴിയൊക്കെ ചെറുതായി. അതേപോലെ തന്നെ കുറച്ചും കൂടി വില്ലേജിൻ്റെ ഉള്ളിലോട്ട് കയറണ പോലെ കുറേ കൂടിയും പഴയ കാലത്ത് അതേപോലെ തന്നെ നിൽക്കുന്ന വീടുകളാണ് ഇവിടെ. ഇതൊക്കെ ഇവിടെ കാണുള്ളൂ കേട്ടാ. ഇതൊക്കെ ഇവിടെ വന്നാലേ കാണുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വില്ലേജ് ആണ് ഇപ്പം ഇത്. മണാലി, ഓൾഡ് മണാലി. പുതിയ മണാലി അല്ല, ഓൾഡ് മണാലി വില്ലേജ് അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള നടത്തം തന്നെ നല്ല വൈബാണ്. കാരണം ഒരുപാട് കാഴ്ചകൾ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇതേ ടെമ്പിള്. ഇവിടെ ടെമ്പിളിലൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കാണാം. വാവ്, അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ. വേറൊരു ലോകത്താണ് ഞാനിപ്പോൾ നടക്കുന്നത്. അങ്ങനെ ഓൾഡ് മണാലിയാണ് നമ്മിപ്പോൾ കണ്ടു കഴിഞ്ഞത് കേട്ടാ. അങ്ങനെ ജോസ് ബ്രോ എൻ്റെ ഒപ്പം 2 ദിവസം ട്രിപ്പിലുണ്ടായിരുന്നു കേട്ടോ. അബ്ദു കസോളിൽ പോയി. അത് കഴിഞ്ഞിട്ട് ജോസ് ബ്രോ എൻ്റെ ഒപ്പം കൂടിയതേ. അത് ഫോണാണ്. ഇന്നിപ്പോൾ ഫുഡ് നൈറ്റ് ഡിന്നർ ഇവിടെ നിന്നാക്കാം. താങ്ക് യു. എനിക്കൊരു പരിചയമില്ല, പക്ഷേ ഇവിടെ നിന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഭാഷ ഞാൻ പറയണത് പോലും മനസ്സിലാവില്ല. താങ്ക് യു.